ഹലോ നമസ്കാരം, എൻ്റെ പേര് അഞ്ജന. വെൽക്കം ടു ലേണിനോ. സോ നമുക്ക് 9th to 15th January 2024 കറണ്ട് അഫെയേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതായത് രണ്ടാമത്തെ ആഴ്ചത്തെ കറണ്ട് അഫെയേഴ്സ്, ജനുവരിയിലെ തന്നെ രണ്ടാമത്തെ ആഴ്ചയിലെ കറണ്ട് അഫെയേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ രണ്ടാമത്തെ ആഴ്ച എന്ന് പറയാൻ പറ്റില്ല, രണ്ടാമത്തെ പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി 3ഉം 4ഉം പാർട്ടുകളായിട്ട് നമുക്ക് ജനുവരി ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1. 2024 ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ഓക്കെ, 2024 ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1 ഒന്നാം ലഗ്രാഞ്ച് L1 ബിന്ദുവിന് ചുറ്റും ഹെയ്ലോ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ചു. ഓക്കെ, ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1 ഒന്നാം ലഗ്രാഞ്ച് ബിന്ദുവിന് ചുറ്റും ഹെയ്ലോ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ചു. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? കണ്ണൂരിനാണ്. വേദി കൊല്ലം. ഓക്കെ, 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം കിട്ടിയത് കണ്ണൂരിന്. അതേപോലെ തന്നെ വേദി ഓർത്തു വയ്ക്കുക, കൊല്ലത്ത് വെച്ചിട്ടാണ് നടന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, 2023 വർഷത്തെ ഹരിവരാസന പുരസ്കാരം ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? PK വീരമണിദാസിനാണ്. ഹരിവരാസനം പുരസ്കാരം 2023 കിട്ടി. 23 എന്ന വർഷത്തെ അതായത് കഴിഞ്ഞ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം കിട്ടിയത് PK വീരമണിദാസനാണ്. സോ PK വീരമണിദാസിൻ്റെ ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 2024 ജനുവരിയിൽ ICC ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ഇന്ത്യയെ പിന്തള്ളി ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ്. ഓക്കെ, 2024 ജനുവരിയിൽ ICC ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ഇന്ത്യയെ പിന്തള്ളി ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ്. അതേപോലെ ആറാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ഫ്രാൻസ് ബെക്കൻബോവർ അന്തരിച്ചു. ഫ്രാൻസ് ബെക്കൻബോവറിൻ്റെ ഇമേജാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, നോക്കുക. ഓക്കെ, 2024 ജനുവരിയിൽ ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള ഫ്രാൻസ് ബെക്കൻബോവർ, ഓക്കെ, പേര് ഓർത്തു വയ്ക്കുക, ഫ്രാൻസ് ബെക്കൻബോവർ അന്തരിച്ചു. ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസമാണ്. ഓക്കെ, സോ ഓർത്തു വയ്ക്കുക. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ. ഒന്നാമതാരാണ്? അമേരിക്ക. ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഒന്നാമത് അമേരിക്കയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഠിച്ച സ്കൂൾ, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്നിവ വിദ്യാർത്ഥികൾക്ക് സന്ദർശിക്കാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പദ്ധതിയുടെ പേരാണ് പ്രേരണ. ഓക്കെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഠിച്ച സ്കൂള്, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്നിവ വിദ്യാർത്ഥികൾക്ക് സന്ദർശിക്കാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പദ്ധതിയുടെ പേരെന്താണ്? പ്രേരണ. ഓക്കെ, ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, 2024 പാസ്പോർട്ട് പവർ ഇൻഡെക്സ് റിപ്പോർട്ടിൽ 68ാം സ്ഥാനത്തെത്തിയിട്ടുള്ളതാരാണ്? ഇന്ത്യയാണ്. 68ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. 2024 പാസ്പോർട്ട് പവർ ഇൻഡെക്സ് റിപ്പോർട്ടിൽ എത്രാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്? 68ാമത് സ്ഥാനമാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി 10ാമത്തെ ചോദ്യം, സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയിൻകീഴ്. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? മലയിൻകീഴ് പഞ്ചായത്താണ് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത്. ദെൻ 11th ക്വസ്റ്റ്യൻ, വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ്? എലിക്കുളം ഗ്രാമപഞ്ചായത്ത്, കോട്ടയം. ഓക്കെ, എലിക്കുളം ഗ്രാമപഞ്ചായത്ത് കോട്ടയത്താണ്. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എലിക്കുളം ഗ്രാമപഞ്ചായത്ത്, കോട്ടയം. ഓക്കെ, സോ അടുത്ത ചോദ്യം 12ാമത്തെ ചോദ്യമാണ്. 17ാം ലോകസഭ ഏറ്റവും മികച്ച പ്രവർത്തനത്തിലുള്ള മഹാരത്ന പുരസ്കാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള MP ആരാണ്? N.K. പ്രേമചന്ദ്രൻ. N.K. പ്രേമചന്ദ്രനാണ്
17ാം ലോക്സഭ ഏറ്റവും മികച്ച പ്രവർത്തനത്തിനുള്ള മഹാരത്ന പുരസ്കാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള MP NK പ്രേമചന്ദ്രൻ. ഇനി 13th ക്വസ്റ്റ്യൻ, രണ്ടാമത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ പുരസ്കാരം ഡോക്ടർ പുനലൂർ സോമരാജന്. ഓക്കെ, ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ പുരസ്കാരം, രണ്ടാമത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ പുരസ്കാരം ഡോക്ടർ പുനലൂർ സോമരാജനാണ് കിട്ടിയിട്ടുള്ളത്. ഇനി 14th ക്വസ്റ്റ്യൻ, 16ാമത് ബഷീർ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ഈ സന്തോഷ് കുമാറിനാണ് 16ാമത് ബഷീർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്, ഈ സന്തോഷ് കുമാർ. ഇനി 15th ക്വസ്റ്റ്യൻ, ഗോൾഡൻ ഗ്ലോബ് 2024 മികച്ച സംവിധായകനായ ക്രിസ്റ്റഫർ നോളൻ ഓപ്പൻഹൈമറിന് ഒന്നിലേറെ പുരസ്കാരം. ഓക്കെ, ഓപ്പൻഹൈമറിൻ്റെ ഡയറക്ടറായിട്ടുള്ള സംവിധായകനായിട്ടുള്ള ക്രിസ്റ്റഫർ നോളനാണ് ഗോൾഡൻ ഗ്ലോബ് 2024 മികച്ച സംവിധായകനായിട്ടുള്ള അവാർഡ് കിട്ടിയത്. ഓക്കെ, ക്രിസ്റ്റഫർ നോളൻ ഓപ്പൻഹൈമറിന് അതേപോലെ ഒന്നിലേറെ പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി 16th ക്വസ്റ്റ്യൻ, 2023 ജനുവരിയിൽ മഡഗാസ്കറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ്? അൽവാരോ. 2023 ജനുവരിയിൽ മഡഗാസ്കറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൻ്റെ പേരാണ് അൽവാരോ. ഇനി 17ാമത്തെ ചോദ്യമാണ്, 2024 ജനുവരിയിൽ ഇറച്ചിക്കായി പട്ടികളെ വളർത്തുന്നതും കശാപ്പ് ചെയ്യുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബില്ല് ദക്ഷിണ കൊറിയ പാസാക്കി. ഓക്കെ, 2024 ജനുവരിയിൽ ഇറച്ചിക്കായി പട്ടികളെ വളർത്തുന്നതും കശാപ്പ് ചെയ്യുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബില്ല് ദക്ഷിണ കൊറിയ പാസാക്കി. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ജനുവരി 8 മുതൽ 13 വരെ ഇൻ്റർനാഷണൽ പർപ്പിൾ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. ഓക്കെ, ജനുവരി 8 മുതൽ 13 വരെയാണ് ഇൻ്റർനാഷണൽ പർപ്പിൾ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഗോവ. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, കെ സ്മാർട്ട് വഴി അതിവേഗം ആദ്യ കെട്ടിട പെർമിറ്റ് ലഭ്യമാക്കിയ കോർപ്പറേഷൻ. കെ സ്മാർട്ട് വഴി അതിവേഗം ആദ്യ കെട്ടിട പെർമിറ്റ് ലഭ്യമാക്കിയ കോർപ്പറേഷൻ ഏതാണ്? കോഴിക്കോട് കോർപ്പറേഷനാണ്. ഓക്കെ, ഇനി 20ാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ ശതാഭിഷേകം 84th ബർത്ത്ഡേ. ഓക്കെ, ശതാഭിഷേകം 84th ബർത്ത്ഡേ ആഘോഷിച്ച മലയാള ഗായകനാരാണ്? യേശുദാസാണ്. 2024 ജനുവരിയിൽ ശതാഭിഷേകം ആഘോഷിച്ച മലയാള ഗായകൻ യേശുദാസാണ്. അടുത്ത ക്വസ്റ്റ്യൻ 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2024 ജനുവരിയിൽ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം നിക്ഷേപിച്ച രാജ്യം ചൈനയാണ്. ഓക്കെ, ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം നിക്ഷേപിച്ച രാജ്യം ചൈന. ഇനി 22nd ക്വസ്റ്റ്യൻ, പ്രമേഹ ചികിത്സയിലെ നൂതന സംഭാവനകൾക്കായുള്ള ദേശീയ പുരസ്കാരം നേടിയ ഡോക്ടർ ആരാണ്? ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ്. ഓക്കെ, ഇനി 23ാമത്തെ ചോദ്യം, 2023 സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന സംസ്ഥാനം ഒഡീസ. സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീസയാണ്. ഇനി 24ാമത്തെ ചോദ്യം, 2020 ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ആരാണ്? ദീപ്തി ശർമ്മയാണ്. ഓക്കെ, 2020 ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? ദീപ്തി ശർമ്മ. ഇനി 25th ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഹൈ പെർഫോമൻസ് ഡയറക്ടറായി നിയമിതനായ നെതർലാൻഡ്സ് ടീമിൻ്റെ മുൻ പരിശീലകൻ. അങ്ങനെ വായിക്കണേ, ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഹൈ പെർഫോമൻസ് ഡയറക്ടറായി നിയമിതനായ നെതർലാൻഡ് ടീമിൻ്റെ മുൻ പരിശീലകൻ ആരാണ്? ഹെർമൻ ക്രൂസ്. ഓക്കെ, നെതർലാൻഡ് ടീമിൻ്റെ മുൻ പരിശീലകൻ നെതർലാൻഡ്സ്. ഓക്കെ, സോ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഹൈ പെർഫോമൻസ് ഡയറക്ടറായി നിയമിതനായ നെതർലാൻഡ്സ് ടീമിൻ്റെ മുൻ പരിശീലകനാരാണ്? ഹെർമൻ ക്രൂസ്. ഇനി 26ാമത്തെ ചോദ്യം, ഫ്രാൻസ് പ്രധാനമന്ത്രിയായി ഗബ്രിയേൽ അത്താൽ നിയമിതനായി. ഫ്രാൻസ് പ്രധാനമന്ത്രിയായി ഗബ്രിയേൽ അത്താൽ ഓർത്തു വയ്ക്കുക, ഗബ്രിയേൽ അത്താൽ നിയമിതനായി. സോ 27ാമത്തെ ചോദ്യം, യൂറോപ്യൻ യൂണിയൻ്റെ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസ് C3S റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂടേറിയ വർഷം 2023. ഓക്കെ, യൂറോപ്യൻ യൂണിയൻ്റെ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസ്
റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂടേറിയ വർഷം ഏതാണ്? 2023. ഇനി 28ാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാരാണ്? ഉസ്താദ് റാഷിദ് ഖാൻ. ഓക്കെ, 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാരാണ്? ഉസ്താദ് റാഷിദ് ഖാൻ. ഇനി 29ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യക്കടത്ത് അവബോധ ദിനം 2024 എപ്പോഴാണ്? ജനുവരി 11. എല്ലാ വർഷവും ഓക്കെ ദേശീയ മനുഷ്യക്കടത്ത്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഓക്കെ ദേശീയ മനുഷ്യക്കടത്ത് അവബോധ ദിനമായിട്ട് വർഷം തോറും ജനുവരി 11 ആചരിക്കുന്നു. ഓർത്തു വയ്ക്കുക. ഇനി 30ാമത്തെ ചോദ്യം, 27ാമത് ദേശീയ യുവജനോത്സവം നാസിക്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. നാസിക് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. 27ാമത് ദേശീയ യുവജനോത്സവം നാസിക്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ഓർത്തുവയ്ക്കുക. ഇനി 31ാമത്തെ ചോദ്യം, രാജ്യത്തെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. നീളം 22 കിലോമീറ്റർ. രാജ്യത്തെ ഏറ്റവും നീളമേറിയ കടൽ പാലം നിലവിൽ വരുന്നത് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. നീളം 22 കിലോമീറ്റർ. ഇനി 32ാമത്തെ ചോദ്യം, മുംബൈയിൽ നിന്നും നവി മുംബൈയിലേക്ക് എളുപ്പം എത്താൻ സഹായിക്കുന്ന 21.8 കിലോമീറ്റർ നീളമുള്ള മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് കടൽപ്പാലത്തിൻ്റെ ഉദ്ഘാടനം നരേന്ദ്രമോദിയാണ് നിർവഹിച്ചത്. ഓക്കെ, സോ മുംബൈയിൽ നിന്നും നവി മുംബൈയിലേക്ക് എളുപ്പം എത്താൻ സഹായിക്കുന്ന 21.8 ആണ്. സോ അപ്രോക്സിമേറ്റ്ലി 22 കിലോമീറ്റർ നീളമുള്ള മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് കടൽപ്പാലത്തിൻ്റെ ഉദ്ഘാടനം ആരാണ് നിർവഹിച്ചത്? നരേന്ദ്രമോദിയാണ് നിർവഹിച്ചത്. ഇനി 33ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യ വിദേശ സർവകലാശാല ഏതാണ്? ഡീക്കിൻ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യ വിദേശ സർവകലാശാല യൂണിവേഴ്സിറ്റി. ഇനി 34ാമത്തെ ചോദ്യം, കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ലഭിച്ച യൂണിവേഴ്സിറ്റി ഏതാണ്? ജെയിൻ യൂണിവേഴ്സിറ്റി. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ലഭിച്ച യൂണിവേഴ്സിറ്റി ജെയിൻ യൂണിവേഴ്സിറ്റി എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി 35ാമത്തെ ചോദ്യം, പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി യോഗശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാൾ. യോഗശ്രീ എന്നുള്ള ഒരു പദ്ധതി പുതിയതായിട്ട് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി 36ാമത്തെ ചോദ്യം, ഒഡീസയിലെ മൽക്കൻഗിരി വിമാനത്താവളം നവീൻ പട്നായിക് ഉദ്ഘാടനം ചെയ്തു. സോ മൽക്കൻഗിരി വിമാനത്താവളം എവിടെയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒഡീസയിലാണ്. ഒഡീസയിലെ മൽക്കൻഗിരി വിമാനത്താവളം ആരാണ് ഉദ്ഘാടനം ചെയ്തത്? ഒഡീസയിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള നവീൻ പട്നായിക്കാണ് ഉദ്ഘാടനം ചെയ്തത്. ഇനി 37ാമത്തെ ചോദ്യം, രാജ്യത്ത് ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം? കേരളം. രാജ്യത്ത് ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. ഇനി 38ാമത്തെ ചോദ്യം, 2024 ധാക്ക ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ഏതാണ്? പൂവ്. 2024 ധാക്ക ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ഏതാണ്? പൂവ്. ഓക്കെ. ഇനി 39ാമത്തെ ചോദ്യം, സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായിട്ടുള്ള സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PR കുമാര കേരള വർമ്മ. സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായിട്ടുള്ള സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PR കുമാര കേരള വർമ്മ. ഓക്കെ, ഓർത്ത് വയ്ക്കുക. ഇനി 40ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലാൻ 24 വേദി വിശാഖപട്ടണം. ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലാൻ 24 വേദി ഏതാണ്? വിശാഖപട്ടണമാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി 41ാമത്തെ ചോദ്യം, ദേശീയ യുവജന ദിനം എന്നാണ് ജനുവരി 12 എല്ലാ വർഷവും ദേശീയ യുവജന ദിനം ആഘോഷിക്കുന്നത്. സോ 42ാം ചോദ്യമാണ്. ഓക്കെ, ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ നടക്കുന്നു എന്ന് കാട്ടി അന്താരാഷ്ട്ര നീതിന്യായ കോടതി, അതായത് ICJ,
കേസ് നൽകിയ രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി 43ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള നഗരമായി 7 തവണ തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാണ്? ഇൻഡോർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള നഗരമായി 7 തവണ തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാണ്? ഇൻഡോർ ആണ്. ഓക്കെ. ഇനി 44ാമത്തെ ചോദ്യം, 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിക്കുന്ന മലയാളി വനിത ആരാണ്? ശ്വേത കെ സുഗതൻ. ശ്വേത കെ സുഗതനാണ് 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിക്കുന്ന മലയാളി വനിത. ഓക്കെ. ഇനി 45ാമത്തെ ചോദ്യം, വികസനത്തിനായി അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിന് കീഴിൽ റെയിൽവേ മന്ത്രാലയം അടുത്തിടെ ഉൾപ്പെടുത്തിയത് കർണാടകയിലെ റെയിൽവേ സ്റ്റേഷൻ ഉടുപ്പി സ്റ്റേഷനാണ്. ഓക്കെ. വികസനത്തിനായി അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിന് കീഴിൽ റെയിൽവേ മന്ത്രാലയം അടുത്തിടെ ഉൾപ്പെടുത്തിയത് കർണാടകയിലെ റെയിൽവേ സ്റ്റേഷനായിട്ടുള്ള ഉടുപ്പി സ്റ്റേഷനാണ്. ഓക്കെ. ഇനി 46ാമത്തെ ചോദ്യം, കേരളത്തിൽ നിലവിൽ വരുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യ OTT പ്ലാറ്റ്ഫോം ഏതാണ്? സി സ്പേസ്. ഓക്കെ. കേരളത്തിൽ നിലവിൽ വരുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യ OTT പ്ലാറ്റ്ഫോം സി സ്പേസ്. ഇനി 47th ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ ആദ്യ ദീപാലംകൃത പാലം ഏതാണ്? ഫറോക്ക് പാലം, കോഴിക്കോട്. സംസ്ഥാനത്തെ ആദ്യ ദീപാലംകൃത പാലം ഫറോക്ക് പാലം, കോഴിക്കോട്. 48ാമത്തെ ചോദ്യം, 150 T20 കളിക്കുന്ന ആദ്യ പുരുഷ താരമായി രോഹിത് ശർമ്മ. 2020 ക്രിക്കറ്റിൽ ഇന്ത്യയെ നയിക്കുന്ന പ്രായം കൂടിയ താരമെന്ന റെക്കോർഡും രോഹിത് ശർമ്മയ്ക്കാണ്. ഓക്കെ. 150 T20 കളിക്കുന്ന ആദ്യ പുരുഷ താരമായി രോഹിത് ശർമ്മ. അതേപോലെ തന്നെ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയെ നയിക്കുന്ന പ്രായം കൂടിയ താരമെന്ന റെക്കോർഡും രോഹിത് ശർമ്മയ്ക്ക് തന്നെയാണ്. ഓക്കെ. ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക്. ഓക്കെ. അതിൻ്റെ ഇമേജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ പൊല്യൂഷനൊക്കെ അവിടെ കുറവായിരിക്കും. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ആർമി ദിനം എന്നാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക തലവനായി ജനറൽ KM കരിയപ്പ സ്ഥാനമേറ്റതിൻ്റെ ഓർമ്മയ്ക്കായാണ് ജനുവരി 15 കരസേനാ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ ആർമി ദിനം എപ്പോഴാണ്? ജനുവരി 15 1949 ജനുവരി 15 കരിയപ്പ സൈനിക തലവനായി ചുമതലയേറ്റത്. സോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കരസേനയാണ് ഇന്ത്യൻ കരസേന. സോ ഇന്ത്യൻ ആർമി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 15. സോ KM കരിയപ്പ എന്നുള്ള പേര് ഓർത്ത് വയ്ക്കുക. 1949 ജനുവരി 15 തൊട്ടിട്ടാണ് എന്ന് ഓർത്ത് വയ്ക്കുക. സോ ജനുവരി 15 1949 കരിയപ്പ സൈനിക തലവനായി ചുമതലയേറ്റത്. സോ അന്നാണ് ഈ ഇന്ത്യൻ ആർമി ദിനമായിട്ട് ആചരിക്കുന്നതെന്നും ഓർത്ത് വയ്ക്കുക. സോ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ്, അതായത് ഇന്നത്തെ എന്നല്ല, നമ്മുടെ രണ്ടാമത്തെ പാർട്ട് ഓഫ് ജനുവരി കറണ്ട് അഫെയർസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അതേപോലെ തന്നെ സജഷൻസ് ഉണ്ടെങ്കിലും അറിയിക്കുക. ഓക്കെ. സോ എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.